Welcome to the next class session in the topic leveling. ലെവലിങ്ങിൽ ബെഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്കും ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്സുമാണ് ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇതുപോലെയുള്ളൊരു ബോർഡിൻ്റെ മുകളിൽ ഈ എഴുതിയിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. മീൻ സീ ലെവൽ ഈസ് ഈക്വൽ ടു 214.42 meters. ഇത് ന്യൂഡൽഹിയിലുള്ള ഒരു ബോർഡിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ 214.42 meters എന്ന് പറയുന്നത് മീൻ സീ ലെവലിൽ നിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള, ഇതൊരു റെയിൽവേ പ്ലാറ്റ്ഫോമാണ്, ആ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഹൈറ്റ്, ഇതാണ് മീൻ സീ ലെവലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോം ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് ആ ബോർഡ്, ഇപ്പോൾ പറഞ്ഞ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് താഴെയുള്ള ഈ കോൺക്രീറ്റ് സർഫസ്, ഈ ഫേമായിട്ടുള്ള സർഫസ്, ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എവിടെയാണ് ഹൈറ്റ്, മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? 214.42 മീറ്റർ. ഇതാണ് ഇതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ഈ പ്ലാറ്റ്ഫോമിൻ്റെ elevation of this point is equal to 214.42 meters, or in other words reduced level of this point, RL അങ്ങനെ പറയും. reduced level of this point is equal to 214.42. ഇത് ആക്ച്വലി റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവർക്ക് ഇതൊരു ബെഞ്ച് മാർക്കായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഈ സർഫസ് എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ അറിയാവുന്ന ഒരു പോയിന്റിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നത്? ഈ ബെഞ്ച് മാർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യുന്നത് ഇവർക്ക് റെയിൽവേക്ക് പലതരത്തിലുള്ള സർവേകൾ ചെയ്യേണ്ട വരും. അതിൽ ലെവലിംഗ് വരും, ലെവൽസ്, വേറെ പല പോയിൻറ്റ്സിൻ്റെയും റെഡ്യൂസ് ലെവൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു റെഫറൻസ് പോയിന്റ് വേണം, ഒരു ബേസിക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം. അപ്പോൾ ഡൽഹിയിൽ അതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ സർവേ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോയിന്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് 214.42 എന്ന് പറഞ്ഞ റീഡിങ്ങിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ റീഡിങ്സ്. സോ ബെഞ്ച് മാർക്ക് മീൻസ് പോയിന്റ്സ് ഓഫ് നോൺ എലിവേഷൻ. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഒരു ബെഞ്ച് മാർക്ക് പോയിന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇത് ആക്ച്വലി ഒരു 2 മലകൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്രൗണ്ടിൻ്റെ സർഫസ്, അതിൻ്റെ ഒരു എലിവേഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിന്റ്, if there is a point on the surface of the earth, ഇതൊരു ബെഞ്ച് മാർക്ക് പോയിന്റ് ആണ്. ബെഞ്ച് മാർക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ പോയിന്റ് ഹാവിങ് നോൺ എലിവേഷൻ. അപ്പോൾ അതായത് ഇതിൻ്റെ എലിവേഷൻ നമുക്കറിയാം. എലിവേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ള എലിവേഷൻ? ഡാറ്റം സർഫസിൽ നിന്നുള്ള എലിവേഷൻ. ഡാറ്റം എന്ന് പറഞ്ഞാൽ റെഫറൻസ് പ്ലെയിൻ ആണ്. അത് സാധാരണഗതിയിൽ മീൻ സീ ലെവലാണ് എടുക്കാറ്. അപ്പോൾ ഈ ഫിഗറിൽ തന്നെ മീൻ സീ ലെവൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എർത്തിൻ്റെ സ്ഫിറോയിഡൽ ഷേപ്പിന് പാരലായിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയായിരിക്കും മീൻ സീ ലെവൽ എന്ന് പറയുന്ന സർഫസ്. അത് ഡാറ്റം സർഫസാണ്. ആ സർഫസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റ്, ഇതിനെയാണ് ഈ ബെഞ്ച് മാർക്ക് പോയിൻറ്റിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മലകളുടെ ഹൈറ്റാണ്, ഉയരമാണ്. ഫസ്റ്റ് ഈ ഒരു പോയിന്റിൻ്റെ ഹൈറ്റ് എത്രയാണെന്നും, അതുപോലെ ബി എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് പോയിന്റിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിന്റ് എ ആൻഡ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിന്റ് ബി. അതല്ലെങ്കിൽ എലിവേഷൻ ഓഫ് പോയിന്റ് എ എത്രയാണ്, എലിവേഷൻ ഓഫ് പോയിന്റ് ബി എത്രയാണ്. ആക്ച്വലി എലിവേഷൻ ഓഫ് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് എലിവേഷൻ ഓഫ് പോയിന്റ്, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഹൈറ്റാണ്. പക്ഷെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും ഈ ഒരു ഹൈറ്റ് മെഷർ ചെയ്യാൻ
പറ്റില്ല. കാരണം നമുക്ക് ഈ ഒരു അടിയിൽ വരച്ചിരിക്കുന്ന ഡാറ്റം സർഫസ് നമുക്ക് കാണാനേ കഴിയില്ല. അത് മീൻ സീ ലെവലിന് പാരലായിട്ടുള്ള അതിൻ്റെ എക്സ്റ്റൻഷനാണ്. ആക്ച്വലി മീൻ സീ ലെവലിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുപോലെ RL ഓഫ് പോയിന്റ് B അതും ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ കഴിയില്ല. ഈ ഒരു ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന പോയിന്റ്. ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ് ലെവൽ ഓൾറെഡി അറിയാം. ഈ സ്മോൾ ഹൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. സോ ബെഞ്ച് മാർക്ക് ഈസ് കോൾഡ് ആക്ച്വലി പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചു. അവിടെ നിന്ന് ആദ്യം ഈ ബെഞ്ച് മാർക്കിലേക്ക് റീഡിങ് മെഷർ ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ റീഡിങ് കിട്ടി. അതിനുശേഷം നമുക്ക് പോയിൻ്റ് എയിലേക്ക് ഇവിടെ സ്റ്റാഫ് വെച്ചിട്ട് ഈ പോയിൻ്റ് എയിലേക്ക് റീഡ് ചെയ്തു. ആ 2 വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻ്റ് വെച്ച് ബിയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ബിയും ഈ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഞ്ച് മാർക്ക് ആണ് ആക്ച്വലി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ വി വിൽ സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ബെഞ്ച് മാർക്ക്. പല ടൈപ്പിലുള്ള ബെഞ്ച് മാർക്ക് ഉണ്ട്. ബേസിക്കലി there are 4 types. First one, GTS benchmark, Great Trigonometrically Survey benchmark എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. സെക്കൻഡ് വൺ പെർമനൻറ്റ് ബെഞ്ച്മാർക്ക്. തേർഡ് വൺ ആർബിട്രറി ബെഞ്ച്മാർക്ക്. ദെൻ ടെമ്പററി ബെഞ്ച്മാർക്ക്. ഇതിൽ ഏറ്റവും ആക്യുറസിയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് GTS ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്യുറസി കുറവുള്ള ബെഞ്ച് മാർക്കുകളായിരിക്കും. അത് ചെറിയ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ബെഞ്ച് മാർക്കുകളാണ്. ഇനി ബെഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത്, എഴുതി വെക്കുന്ന മെത്തേഡ് ഉണ്ട്. നേരത്തെ കാണിച്ച സ്ലൈഡിൽ ഈ ഒരു ബോർഡുമ്പോഴാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു വൺ വേ ഓഫ് റെപ്രസെൻറ്റിങ് ദ ബെഞ്ച് മാർക്കാണ്. അത് ഈ സിമ്പൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ബേസിക്കലി നമ്മൾ ഒരു വെർട്ടിക്കൽ സർഫസ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു മതിലോ അല്ലെങ്കിൽ ഫേമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനകത്ത് സപ്പോസ് അവർ ദിസ് ഈസ് ദ എലിവേഷൻ, ഈ ഒരു ഇതിൻ്റെ ഹൈറ്റാണ് നമുക്ക് റെഡ്യൂസ് ലെവലാണ് നമുക്ക് ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്നത്. ഇതാണ് ബെഞ്ച് മാർക്ക് പോയിന്റ് എങ്കിൽ അവിടെ ഈ ഷേപ്പിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കും. ദെൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്യും ഇതിനെ. സോ ദിസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾ ദീസ് ലൈൻസ് ആക്ച്വലി റെപ്രസെൻറ്റ് ദ പോയിന്റ്. ഇതാണ് പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനടുത്തായിട്ട് ഒരു ബോക്സിനകത്ത് ബെഞ്ച് മാർക്കിൻ്റെ വാല്യൂ എഴുതി വയ്ക്കും. പെയിൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മാഞ്ഞു പോകാത്ത എന്തെങ്കിലും കൊണ്ട് BM 128.34 മീറ്റർ എന്ന് എഴുതി വയ്ക്കും. സോ ഇങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ സർഫസിൽ മാർക്ക് ചെയ്യുന്ന രീതി. ഇനി ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുന്നത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതുണ്ടാവില്ല. ഓക്കെ, ഈ GTS ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ they are the benchmarks established with a very high degree of precision at regular intervals by the Survey of India Department all over the country. എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളിലും സർവേ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആക്യുറേറ്റ് ആയിട്ട് മീൻ സീ ലെവല് എന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് പല സ്ഥലങ്ങളിലും എത്രയാണ് ഹൈറ്റ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്, അതുപോലെ തമിഴ്നാട്ടിൽ, അതുപോലെ എല്ലാ സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലും ഈ മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി അതിനെയാണ് GTS ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. Their position and RL means reduced level. Their position and reduced level values above mean sea level, which was earlier located at Karachi and now it is taken at Bombay High, Mumbai, and is given in catalogue formed by the department. Okay. Next one, permanent benchmark.
Permanent benchmarks are fixed in between GTS benchmarks by government agencies or departments such as Indian Railways, Public Work Department PWD, അതല്ലെങ്കിൽ LSTD എക്സെട്ര. അപ്പോൾ പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഈ GTS ബെഞ്ച് മാർക്കിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തെടുത്ത് വന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ GTS ബെഞ്ച് മാർക്ക് എത്താത്ത സ്ഥലങ്ങളിൽ ബെഞ്ച് മാർക്കായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെയുള്ള ബെഞ്ച് മാർക്കുകളെയാണ് പെർമനൻറ്റ് ബെഞ്ച് മാർക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ GTS ബെഞ്ച് മാർക്കുകൾ ഇവിടെ ഒരെണ്ണം അടുത്ത ഒരു 3 ജില്ല കഴിഞ്ഞിട്ടാണ് ഇവിടെ 3 എണ്ണം ഉണ്ടെങ്കിൽ ഇതിനിടയിൽ ഒരു 3-4 സ്ഥലത്ത് പെർമനൻറ്റ് ബെഞ്ച് മാർക്കുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആര്? ബൈ ദീസ് ഗവൺമെൻറ് ഏജൻസീസ്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. റെയിൽവേ ആണ്, റെയിൽവേയുടെ ആവശ്യത്തിന് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും, അതുപോലെ PWD, അങ്ങനെ അതിനെയാണ് ഇപ്പോൾ പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. These benchmarks are written on permanent objects such as milestone, culverts, bridges, etc. അപ്പോൾ ഇങ്ങനെ നശിച്ചു പോകാത്ത പെർമനൻ്റായിട്ട് നിൽക്കുന്ന ഫേമായിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റുകളുടെ മുകളിലാണ് ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. Their value are clearly written and their position are recorded for future reference. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് റെഫറൻസ് ആയി എടുത്തുകൊണ്ട് അവർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെ മാർക്കിംഗ് ആണ് നേരത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മാർക്ക് ചെയ്യുന്ന രീതികൾ നേരത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് വരുന്നത് ആർബിട്രറി ബെഞ്ച് മാർക്സ് ആണ്. ഇത് ചെറിയ വർക്കുകൾക്ക്, ചെറിയ ലെവൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. These are reference points whose reduced levels are arbitrarily assumed. They are used in small works such as benchmark. Such benchmark may be assumed as +100 or +50 meter. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത് മീൻ സീ ലെവലിൽ നിന്ന് മെഷർ ചെയ്ത് കൊണ്ടുവന്ന ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ് ലെവൽസ് അല്ല. നമുക്ക് ആ സൈറ്റിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുന്നു, അതൊരു 10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സർവേ ചെയ്യണം, ഇതിൻ്റെ ഹൈറ്റുകൾ പല സ്ഥലത്തും കണ്ടുപിടിക്കണം, ഹൈറ്റുകൾ എത്രയാണെന്നുള്ളത്. നമുക്ക് ഈ GTS ബെഞ്ച് മാർക്കുകൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ പെർമനൻറ്റ് ബെഞ്ച് മാർക്കുകളും വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളതൊന്നും ഈ വാല്യൂസൊന്നും റെഫർ ചെയ്യില്ല. പകരം ഈ പ്ലോട്ടിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ഫേം ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യും. അതൊരു കൾവേർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റോൺ ആയിരിക്കാം. അതിൻ്റെ ടോപ്പ് സർഫസ് ഒരു ബെഞ്ച് മാർക്കായിട്ട് ഒരു കൺസിഡർ ചെയ്യും, ഒരു ടെമ്പററി പർപ്പസ് പോലെ. സോ ദിസ് ഈസ് അവർ ബെഞ്ച് മാർക്ക് ഒബ്ജക്റ്റ്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് 100 ആണ് ഇതിൻ്റെ റെഡ്യൂസ് ലെവലിൽ നിന്ന് അസ്യൂം ചെയ്യും. നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സേ ഫോർ എക്സാമ്പിൾ +100 ആണ് ഈ ഒരു സ്റ്റോണിൻ്റെ മുകളിലുള്ള പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ 100 ആണ്, അല്ലെങ്കിൽ 50 മീറ്റർ ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യും. ഇതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോയിന്റുകളുടെ റെഡ്യൂസ് ലെവലുകൾ കണ്ടുപിടിക്കും ലെവൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഉയർന്ന പ്രദേശമാണെങ്കിൽ 2 മീറ്റർ പൊങ്ങി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഒബിയസ്ലി നമുക്ക് 102 എന്നുള്ള റിസൾട്ട് ഇവിടെ കിട്ടും മെഷർമെൻറ്റ് കഴിയുമ്പോൾ. അതുപോലെ ഇതൊരു താഴ്ന്ന ഒരു കുഴിയാണെങ്കിൽ 1 മീറ്റർ താഴെയുള്ളതാണെങ്കിൽ ഈ 100നെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 99 എന്നുള്ളത് കിട്ടും. അങ്ങനെ ഓരോ പോയിന്റിൻ്റെയും റെഡ്യൂസ് ലെവൽസ് കണ്ടുപിടിക്കാൻ പറ്റും വിത്ത് റെഫറൻസ് ടു ദിസ് ബെഞ്ച് മാർക്ക്. സച്ച് ബെഞ്ച് മാർക്സ് ആർ കോൾഡ് ആർബിട്രറി ബെഞ്ച് മാർക്സ്. അപ്പോൾ പ്രൈവറ്റ് ഏജൻസീസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ പ്ലോട്ടിന് ഇങ്ങനെയുള്ള രീതിയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇനി അടുത്തത് വരുന്നത് ടെമ്പററി ബെഞ്ച് മാർക്സ്. ടെമ്പററി ബെഞ്ച് മാർക്സ് are the reference points established during the leveling operations when there is a break in work or at the end of day's work. The value of reduced levels are marked on some permanent objects such as stones, trees, etc. ഇത് നമുക്കൊരു വലിയൊരു ഏരിയ സർവേ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് വർക്ക് തീരണമെന്നില്ല. 2ാമത്തെ ദിവസത്തേക്കും 3ാമത്തെ ദിവസത്തേക്കും ഈ ലെവലിംഗ് ഓപ്പറേഷൻസ്
നീണ്ടു പോകുന്നുണ്ടാവാം. അപ്പോൾ അതല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ട വരാം. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു ബെഞ്ച് മാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വർക്ക്, ദെൻ വി പ്രൊസീഡ്, എന്നിട്ട് ഇത്രയും പോയിന്റ്സ് കവർ ചെയ്തു ആദ്യത്തെ ഒരു ദിവസം കൊണ്ട്. ദെൻ സെക്കൻഡ് ഡേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡേയിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് പോയിന്റ് വേണം. അത് ഈ ഒരു ബെഞ്ച് മാർക്കിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഇതിനെ വിസിബിൾ ആയിരിക്കണം എന്നില്ല, ഇത്രയും അകലേന്ന് വിസിബിൾ ആയിരിക്കണമെന്നില്ല സെക്കൻഡ് ഡേ വർക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സെക്കൻഡ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് ഇവിടെ ഉണ്ടാക്കി വെക്കും. അതൊരു സ്റ്റോൺ ആവാം, അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം. അവിടെ പെയിൻറ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കിംഗ് ഉപയോഗിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. എന്താണ് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് വാല്യൂ. നമ്മൾ ഓൾറെഡി ഇവിടെ വർക്ക് ഫസ്റ്റ് ഡേ കഴിയുന്നതിന് മുൻപ് തന്നെ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ 100ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ ഈ പോയിൻറ്റ്സിൻ്റെ റെഡ്യൂസ് ലെവൽസ് എല്ലാം കിട്ടി. ദെൻ ഇതിൻ്റെയും റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ 101.5 എന്നാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് സെക്കൻഡ് ഡേ വന്ന് ഇൻസ്ട്രുമെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ബെഞ്ച് മാർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ബാക്കി വർക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ ബിറ്റ്വീൻ ഡേയ്സിൽ നമ്മൾ ടെമ്പററി പർപ്പസിന് വേണ്ടി വർക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബെഞ്ച് മാർക്കിനെ പറയുന്നതാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്നുള്ളത്. അതിപ്പോൾ മാർക്ക് ചെയ്യുന്ന രീതി ഞാനിവിടെ ഒരു ഫോട്ടോ സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊരു കൾവേർട്ട്, ഒരു പ്ലോട്ടിലുള്ള ഒരു ഭൂമിയിലുള്ള ഒരു കൾവേർട്ടാണ്. ഇതൊരു ഫേം ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ ബെഞ്ച് മാർക്ക് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ബെഞ്ച് മാർക്കിൻ്റെ നമ്പറാണ് എഴുതിയിരിക്കുന്നത് 8 എന്നുള്ളത്. ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ അടിയിൽ സാധാരണഗതിയിൽ എഴുതി വെക്കാറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ എത്ര മീറ്റർ ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും. ടെമ്പററി ബെഞ്ച് മാർക്ക് ഞാൻ വീണ്ടും ഒരു ഡയഗ്രാം കൂടി കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു റെഫറൻസ് ഡയഗ്രാം. ഇതിനകത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവിടെ കുറേ പോയിൻറ്റ്സ് ലെവൽസ് എടുക്കാൻ വേണ്ടിയുള്ള കുറേ പോയിൻറ്റ്സ് ഉണ്ട് എർത്തിൻ്റെ സർഫസിൽ. അതിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതൊരു ബെഞ്ച് മാർക്കാണ്. ഈ ബെഞ്ച് മാർക്ക് അതിൻ്റെ റെഡ്യൂസ് ലെവലാണ് എഴുതിയിരിക്കുന്നത് +50 മീറ്റർ. അപ്പോൾ ഇതൊരു ആർബിട്രറി ബെഞ്ച് മാർക്ക് ആയിരിക്കണം 50 എന്നുള്ളത് ആയതുകൊണ്ട്. ഇവിടുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എ എന്നുള്ള പോയിന്റിൻ്റെ റിഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചു, ബിയുടെ കണ്ടുപിടിച്ചു, സിയുടെ കണ്ടുപിടിച്ചു, ഡിയുടെ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്ക് സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റ് ഡേ വൈകുന്നേരമായി, അപ്പോൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഡേ വന്നതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെൻ്റ് വെച്ചു, ഫസ്റ്റ് റീഡിംഗ് എടുത്തു. ഫസ്റ്റ് റീഡിംഗ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു റെഫറൻസ് വേണം. അത് നമുക്ക് ഒരിക്കലും ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോയിന്റിലേക്ക് വിഷൻ കിട്ടില്ല, അത് കാണാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ഇനീഷ്യൽ ബെഞ്ച് മാർക്ക് പോയിന്റ്, ആ പോയിന്റിലേക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, അത് ആക്ച്വലി ഒരു കൾവേർട്ടിൻ്റെ മുകളിലേക്കോ അതിൻ്റെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്കോ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവാം. ആ റീഡിങ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ പോയിന്റിലേക്ക് അപ്പോൾ നോക്കിയാൽ മതി വീണ്ടും. സോ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. സോ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ടെമ്പററി ബെഞ്ച് മാർക്ക്. സെക്കൻഡ് ഡേയിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് മാർക്ക് ചെയ്യുന്ന റഫറൻസ് പോയിന്റുകളെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബെഞ്ച് മാർക്ക് മീൻസ് പോയിന്റ്സ് ഓഫ് നോൺ എലിവേഷൻ. And there are 4 types of benchmarks.